ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ വൈബ്സ് ഇൻ മൈ വേൾഡ്. സോ ഇത് കുറച്ച് വീക്കെൻഡ് വിശേഷങ്ങളായാലോ. ഈ വീക്കെൻഡ് ഒക്കെ കഴിയുമ്പോൾ മനസ്സിൽ എന്തൊരു സന്തോഷ സമാധാനമല്ലേ. ഒരു ഞായറാഴ്ച ഈവനിംഗ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഈ സന്തോഷ സമാധാനമൊക്കെ അങ്ങ് പതിയെ അങ്ങ് പോകാൻ തുടങ്ങും. പിന്നെ ആകെ ശോകമായ ഒരു വല്ലാത്ത അവസ്ഥ. എന്റെ കാര്യം കേട്ടോ, നിങ്ങളുടെ കാര്യം എങ്ങനെയാണെന്ന് കമന്റ് ചെയ്യട്ടോ. അപ്പൊ ഇവിടെ ശനിയാഴ്ച നൈറ്റാണ് കേട്ടോ വീട്ടിലേക്കുള്ള പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകുന്നതിനും പോലും കഴിക്കണമല്ലോ. അങ്ങനെ കഴിക്കാൻ വേണ്ടി ഞാൻ തട്ടിക്കൂട്ടായിട്ട് ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ പോകുന്ന നാട്ടിൽ കാണുന്നത്. വലിയ കാര്യമൊന്നുമില്ല, വളരെ ലളിതമായ രീതിയിലുള്ള മസാലക്കൂട്ടൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുള്ളൂ. എന്താണെന്നല്ലേ, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പേസ്റ്റ്, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ടൊമാറ്റോ സോസ്, ഒരു സ്പൂൺ തൈര്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് ചിക്കനും പറക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഈ ചിക്കൻ എടുത്ത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഞാൻ റെസ്റ്റ് ചെയ്യാൻ പോകും. അങ്ങനെ 1 മണിക്കൂർ കഴിയുമ്പോൾ ഞങ്ങളുടെ 2 പേരുടെ റെസ്റ്റ് തീർന്നു കഴിയുമ്പോൾ ചിക്കൻ എടുത്ത് എയർ ഫ്രയറിലിടും. അങ്ങനെ എയർ ഫ്രയറിലിട്ട് തിരിച്ചു മറിച്ചിട്ട് ഗ്രില്ല് ചെയ്യും. അതിനുശേഷം അതിൻ്റെ കൂടെ ഒരു കുബൂസൊക്കെ കൂട്ടി അടിച്ച് നേരെ കൂടുമ്പോഴൊക്കെ എടുത്തിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ പോകണമല്ലോ. അതിന് വേണ്ടിയിട്ടൊക്കെ പയ്യെ ഇറങ്ങും. കൂടുതൽ നൈറ്റ് ഡ്രൈവോ ഇരിക്കട്ടെ. അങ്ങനെ ഇതെല്ലാം കൂടി ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ എസ്കലേറ്ററൊക്കെ കയറി ആ ബിൽഡിംഗ് മുഴുവൻ നടന്ന് ചുറ്റിക്കറങ്ങി നേരെ ക്ഷീണിക്കുമ്പോൾ സാധനങ്ങൾ വാങ്ങിക്കാമെന്ന് വിചാരിക്കും. അങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കാൻ കയറുമ്പോൾ എൻ്റെ കണ്ണിൽ ആദ്യം കാണുന്നത് മുട്ടായി സെക്ഷനാണ്. ഈ മുട്ടായി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആര് തന്നാലും ഞാൻ വാങ്ങിക്കും. ഇവിടെ പിള്ളേരുടെ കാര്യത്തിൽ വഴക്കിടുന്നത് മുട്ടായിയുടെ കാര്യം പറഞ്ഞാണേ. അവരുടെ മുട്ടായി കഴിക്കുന്നത് ഞാനാ. അവസാനം ചെറിയൊരു വിഷമം തോന്നുമെങ്കിലും പിള്ളേരുടെ പല്ലിന്റെ ആരോഗ്യം നോക്കേണ്ടത് നമ്മുടെ കടമയാണല്ലോ. ആ ഒരു കാര്യം വരുമ്പോൾ എൻ്റെ മനസ്സിലൊരു സമാധാനം കിട്ടും. അങ്ങനെ മുട്ടായി നോക്കുന്ന സമയത്താണ് അവിടെ ഈത്തപ്പഴ കർമ്മദാനമായിട്ട് അടക്കി വെച്ചിരിക്കുന്നത്. അതും കണ്ട് വീട്ടിലെ സാധനങ്ങൾ തീർന്ന കാര്യം ആലോചിച്ചപ്പോൾ അത് വാങ്ങിക്കാൻ പോയി. അങ്ങനെ നോക്കുമ്പോഴാണ് നന്മയുടെ റൈസ് പൗഡർ കിട്ടിയത് കേട്ടോ. കഴിഞ്ഞ ആഴ്ച എനിക്ക് കിട്ടിയില്ല. ഇവിടെ എല്ലാവരും നന്മ ഫാൻസാണ് റൈസ്, വേറൊന്നുമല്ല, റേറ്റ് അതിനെ കുറവുള്ളൂ. അങ്ങനെ മീൻ വാങ്ങിക്കാൻ പോയി. അറിയാവുന്ന 2 മീനും വാങ്ങിച്ച് ഐസ്ക്രീം സെക്ഷനിൽ പോയി അത് ഇതൊക്കെ മറിച്ച് നോക്കി. പിന്നെ തൈരും പോലും പാലൊക്കെ വാങ്ങിച്ചിട്ട് ചിക്കൻ്റെ സെക്ഷനിലേക്ക് പോയി. ഇന്ന് ഇത്തിരി ഓഫർ ഉള്ളതുകൊണ്ട് ചിക്കൻ പേർക്കിയിട്ട് നേരെ ഫ്രൂട്ട്സും കുറച്ച് വെജിറ്റബിൾസും വാങ്ങിക്കാൻ പോയിട്ടോ. ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെ വാങ്ങി കഴിയുമ്പോൾ പിന്നെ നമ്മുടെ തന്നെ സ്വഭാവം ഉണ്ടല്ലോ. എന്താണല്ലേ, ഈ കരിക്കിൻ്റെ പപ്പായയുടെയും പിന്നെ പൈനാപ്പിളിൻ്റെ ഒക്കെ വില നോക്കും. നാട്ടിലത്തെ വിലയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒത്തില്ലാന്ന് പറയുമ്പോൾ അത് അവിടെ ഇടും. പിന്നെ കാന്താരി മുളകിൻ്റെ വില നോക്കാൻ പോയി. അടുത്ത് വെച്ചിരിക്കുന്ന ചക്ക, അത് മുറിച്ച് വെച്ചിരിക്കുന്നതൊക്കെ നോക്കാൻ പോയി. അതിനുശേഷം ചക്കുക്കുരു നോക്കി. അവസാനം വാഴപ്പിണ്ടി വരെ നോക്കി ഗൈസ്. ഒക്കെ അതിന് വില കൂടുതലാണെന്ന് പറഞ്ഞപ്പോൾ അതെല്ലാം അവിടെ തിരികെ വെച്ച് വാങ്ങിയ സാധനങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീട്ടിലേക്ക് പോയി.